ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2026 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. 2026 നമ്മുടെ ആദ്യത്തെ വ്ലോഗാണിത്. ഒരു പുതിയൊരു സെഗ്മെൻറ്റാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വ്ളോഗ്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, നമ്മളെ കൂടുതലും സെയിലിനുള്ള ആ ഒരു പ്രൊജക്ട്സ് അല്ലെങ്കിൽ നല്ല പ്രീമിയം വീടുകളൊക്കെയാണ് നമ്മൾ കൂടുതലും കാണിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പല കൺസ്ട്രക്ഷൻ ടെക്നോളജീസ്, അതുപോലെ നല്ല ആർക്കിടെക്ട്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അങ്ങനെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വ്ളോഗ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് ഇയർ നമ്മൾ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. കാരണം പല കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ച് പല ഡൗട്ട്സും ചോദിക്കുമ്പോൾ അതിൻ്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ പോഡ്കാസ്റ്റ് തുടങ്ങിയത്. അപ്പോൾ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോഡ്കാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പലരും വിളിച്ചിട്ട് അത് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷം ഓരോരോ സെഗ്മെൻറ്റുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോകാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ ഒരു വീടെന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു സെയിലിനുള്ള വീടല്ല. അതാദ്യമേ ഞാൻ പറയാം, ഇത് സെയിലിനുണ്ട്, എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചാൽ ആരും എന്നെ വിളിക്കരുത്. ഇത് കൊച്ചിയിൽ നമ്മൾ എയർബിഎൻബിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫുള്ളി ഫേർണിഷ്ഡ് വീടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ സ്റ്റൈൽ വീടാണിത്. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സൊക്കെ ആണെങ്കിലും ഭയങ്കര റിച്ചായിട്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇതിൻ്റെ ഓണേഴ്സ് അവർ പുറത്താണ്. അപ്പോൾ അവർ വല്ലപ്പോഴും മാത്രമാണ് കൊച്ചിയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ വീടുകൾ, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ, ഫ്ലാറ്റ്സൊക്കെ അവരിങ്ങനെ എയർബിഎൻബിയിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ പല കസ്റ്റമേഴ്സും അവർ ഇടയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ചോദിക്കും ഒരു 4 days 5 days നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പം മാരേജ് ഫംഗ്ഷൻസിനൊക്കെ ഒരു 10 പേർക്ക് നിൽക്കാൻ പറ്റിയ നല്ല പ്രീമിയം വീടുകളുണ്ടോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാനൊരു സെഗ്മെൻറ്റ് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നല്ലൊരു സെഗ്മെൻ്റ് ആണ്, പലർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വ്ളോഗ്സിൽ ഈ ഒരു സെഗ്മെൻറ്റും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ വീടുകൾ, നല്ല വീടുകൾ നിങ്ങൾക്ക് ഇങ്ങനെ എയർബിഎൻബിയിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ പ്രീമിയം വീടുകളൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഇതൊരു ഫുൾ വാക്ക് ത്രൂ ഒക്കെ ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് എവിടെ ഇരുന്നും അവർക്കൊരു ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീട്ടിലേക്ക് വരാണെങ്കിൽ ഇതൊരു 2850 സ്ക്വയർ ഫീറ്റ് വരുന്ന ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടാണ്. ഒരു 4 bedroom അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ്. 4 റൂമുകളും നമ്മൾ പല ഡിഫറെൻറ്റ് കളർ തീമിലൊക്കെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നല്ല രസമായിട്ട് ഇവർ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു അവർ പുറത്താണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഈ ലാസ്റ്റ് ഡിസംബറോട് കൂടിയാണ് എയർബിഎൻബിയിൽ ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു 10 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ വന്ന് താമസിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം പെർ ഡേ 15,000 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഇൻഡിപെൻഡൻറ്റ് റൂംസ് ആയിട്ടും വേണമെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ആകുമ്പോൾ ഒരു റൂമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 5,000 ആണ് പെർ ഡേ അവർ ചാർജ് ചെയ്യുന്നത്. ഈ റേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടുള്ള റേറ്റ്സ് ആണ്. ഇത് കൂടാനാണ് സാധ്യത കൂടുതലും. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡയഗണലി ഓപ്പോസിറ്റ് ടു നമ്മുടെ വണ്ടർലയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കടമ്പ്രയാർ എക്കോ ടൂറിസം അത് ഭയങ്കര നിയർ ബൈ ആണ്. പിന്നെ നമ്മുടെ കാക്കനാട് പള്ളിക്കര ആ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഹാൽസിയൻ ഹെവൻ എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എയർബിഎൻബിയിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഞാൻ ഈ വ്ളോഗിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ക് ത്രൂ ആണ്. ഇപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പം ഒരു കുറച്ച് ദിവസത്തേക്ക് 5 ദിവസത്തേക്കോ 10 ദിവസത്തേക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്കൊക്കെ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീടിന്നൊരു ഫുൾ പിക്ചർ കിട്ടുന്ന രീതിയിലുള്ള ഒരു വ്ളോഗാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ക് ത്രൂ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഓണറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പിൻഡ് കമൻ്റായിട്ട് ഞാൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ എയർബിഎൻബിയിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട പേരിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഓണറുടെ വാട്സപ്പ് നമ്പർ, കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും ഇത് ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ ഓണറുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പം ഇതുപോലത്തെ എനിക്ക് തോന്നുന്നു പല വീടുകളും പല ആൾക്കാരും ഹോം സ്റ്റേ ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ എയർബിഎൻബിയിലൊക്കെ അവർ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. കാരണം വീട് നമ്മളിങ്ങനെ അടച്ചിടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി നാശമാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരാളെയൊക്കെ വെച്ച് ഇങ്ങനെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു നല്ല ഇൻകം കിട്ടുന്നുണ്ട്. കൊച്ചിയിൽ ഒരുപാട് പേര് ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ പോയി താമസിക്കുന്നതിനേക്കാളും ഇങ്ങനൊരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ താമസിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഐഡിയാസൊക്കെയാണ് നമ്മൾ ഈ ഒരു വർഷത്തെ ഈ ഒരു സെഗ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇതുപോലെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ക് ത്രൂയിലേക്ക് പോകാം.